ഹലോ, ഞാൻ ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷണൽ ബിറ്റ്സ് ആൻഡ് ഫ്രേസസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കോൺവെർസേഷണൽ ബിറ്റ്സ് ആൻഡ് ഫ്രേസസ് 1 by 1 ആയിട്ട് നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ക്രിസ്മസ് തോട്ട്സ് എന്നുള്ള വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള 2 ഫ്രേസസാണ് നമ്മളിവിടെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടു സ്പ്ലർജ് എന്ന് വെച്ചാൽ ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി അൺനെസസറിലി ഓർ ടു ബിക്കം എക്സ്ട്രാവഗൻറ്റ്. ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ലാവിഷായിട്ട് പണം ചെലവഴിക്കുക, ദുർവ്യയം ചെയ്യുക അല്ലെങ്കിൽ ദൂർത്തടിക്കുക, ഇതൊക്കെയാണ് ടു സ്പ്ലർജ് എന്നുള്ള ഈ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കൊരു സെൻറ്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കാം. ഈവൻ ദോ വി ഹാവ് ഇനഫ് വെൽത്ത്, വി ഡോണ്ട് ഹാവ് ടു സ്പ്ലർജ് ദ മണി. നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പണം ദുർവ്യയം ചെയ്യാൻ പാടില്ല. Splurging the money is not a habit that can be encouraged. Splurging the money is not a habit that can be encouraged. പണം ദുർവ്യയം ചെയ്യാന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഹാബിറ്റ് അല്ല. രണ്ടാമതായി, ടു ഇൻഡൽജ് യുവർസെൽസ് ഇൻ സംതിങ്. ടു ഇൻഡൽജ് യുവർസെൽസ് ഇൻ സംതിങ്. ദാറ്റ് മീൻസ് ടു ഗെറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ സംതിങ് എസ്പെഷ്യലി ദാറ്റ് ഇസ് നോട്ട് ബെനിഫിഷ്യൽ ഫോർ അസ്. നമ്മളെ വളരാൻ സഹായിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുക. അത് ഞാനൊരു എക്സാമ്പിൾ പറയുമ്പം കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. We have to find out something that will help us to grow as a person rather than indulging ourselves in worldly pleasures. ഒന്നും കൂടെ പറയാം. We have to find out something that will help us to grow as a person rather than indulging ourselves in worldly pleasures. നമ്മളെ ആസ് എ പേഴ്സൺ നമ്മളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്ത ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വേൾഡ്ലി പ്ലഷേഴ്സിൽ മുഴുകിയിരിക്കുന്നതിന് പകരമായി നമ്മളെ തന്നെ ഗ്രോ ചെയ്യുന്ന, നമ്മുടെ പേഴ്സണാലിറ്റീനെ ഗ്രോ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഇൻവോൾവ് ആവാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. So to indulge yourselves in something means to get immersed in something that will not be beneficial for us. Okay?